പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. എൻ്റെ ചാനലിൻ്റെ പേര് btips എന്നാണ്. ഞങ്ങൾ അതിനെ ഷോർട്ട് ഫോം ആക്കി btips എന്നാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ചാനലിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണിത്. പുതിയ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തുടക്കക്കാർ എന്ന നിലയിൽ സബ്സ്ക്രൈബേഴ്സ്, വാച്ചവേഴ്സ് എന്നിവ ലഭിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു ചാനൽ എങ്ങനെയാണ് നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് ഞങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ Youtuberscornermalayalam എന്നൊരു ചാനൽ കാണാൻ സാധിച്ചു. അതിൽ വളരെ സിമ്പിളായിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം, വാച്ചവേഴ്സ് എങ്ങനെയാണ് കൂട്ടുന്നത്, തംബ്നെയിൽ എങ്ങനെ കൊടുക്കാം, അതേപോലെ ടാഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെല്ലാം നല്ല വ്യക്തമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു യൂട്യൂബർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബർ ചാനൽ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ആ ചാനലൊന്ന് കയറി കാണുക. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഞങ്ങളുടെ ചാനലിന് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമുള്ളത് ബ്രെഡ്. ഇതിൻ്റെ ആണെങ്കിൽ അരികു ഭാഗം എല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്ക്വയറാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ട 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, 2 മുട്ട. അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഞാനൊരു 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1 സവോളയാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഈ മുട്ടയ്ക്കകത്തേക്ക് ഇത് രണ്ടും അങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിത് മുട്ടയ്ക്കകത്ത് മിക്സ് ചെയ്തതിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. ഇപ്പം ഞാൻ എണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മുട്ട ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ബ്രെഡ് ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ കമത്തി വെക്കണം. ഇപ്പം നമുക്കിതൊന്ന് മറിച്ചിടാനായിട്ട് നമുക്ക് നോക്കാം. മറിച്ചിടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട്. ഇപ്പം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വശം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തുവിടാം. അപ്പം നമ്മുടെ ഈസി ബ്രെഡ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ.